മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി തുറന്നുവിട്ട ശിവഗിരി വിവാദം ആളിക്കത്തുകയാണ്. പോലീസ് അതിക്രമത്തെ ചൊല്ലി നിലവിലുള്ള മഠം ഭരണസമിതി രണ്ട് തട്ടിലായി. മഠം പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും വിരുദ്ധ അഭിപ്രായങ്ങളുമായി രംഗത്തെത്തി. AK ആന്റണിയുടെ വാക്കുകൾ കോൺഗ്രസിനെതിരെ ആയുധമാക്കി നിയമസഭയിൽ ഭരണപക്ഷം രംഗത്തെത്തി. 3 പതിറ്റാണ്ടിന് ശേഷവും കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കുന്ന ശിവഗിരി പോലീസ് ആക്ഷൻ നടന്നത് 1995 ഒക്ടോബർ 11-നാണ്. ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് സ്വാമി പ്രകാശാനന്ദ അടക്കം 6 സന്യാസിമാർ. പക്ഷേ അധികാരം വിട്ടുകൊടുക്കാൻ സ്വാമി ശാശ്വതികാനന്ദ തയ്യാറായില്ല. ഹൈക്കോടതിയെ പ്രകാശാനന്ദ സമീപിച്ചപ്പോൾ പോലീസ് സഹായത്തോടെ അധികാര കൈമാറ്റം നടത്താനായിരുന്നു നിർണായകമായ ഉത്തരവ്. പക്ഷേ RSS പക്ഷപാതിയായ പ്രകാശാനന്ദയെ പ്രതിരോധിക്കുമെന്ന പ്രഖ്യാപനത്തോടെ അന്നത്തെ കൊല്ലത്തെ തീപ്പൊരി PDP നേതാവ് അബ്ദുൾ നാസർ മഅദനി രംഗത്തെത്തി. കല്ലേറും സോഡാ കുപ്പിയേറും മറികടന്ന് പോലീസ് നടത്തിയ ആക്ഷനിൽ 200ഓളം പേർക്ക് പരിക്കുപറ്റി. അന്ന് പ്രകാശാനന്ദ പക്ഷത്തുണ്ടായിരുന്ന സ്വാമി സച്ചിദാനന്ദയാണ് ഇപ്പോൾ ശിവഗിരി മഠം പ്രസിഡന്റ്. ശാശ്വതികാനന്ദ പക്ഷത്തുണ്ടായിരുന്ന സ്വാമി ശുഭാംഗാനന്ദയാണ് ഇപ്പോൾ മഠത്തിന്റെ ജനറൽ സെക്രട്ടറി. ആന്റണിയെ പിന്തുണച്ച് മഠാധിപതി സ്വാമി സച്ചിദാനന്ദ രംഗത്തെത്തി. അധികാര കൈമാറ്റം നടത്താൻ തടസ്സം നിന്ന ആളുകളാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. അവരന്ന് അധികാര കൈമാറ്റം നടത്തിയിരുന്നുവെങ്കിൽ ശിവഗിരിയിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. അതിൻ്റെ വെളിച്ചത്തിൽ ഏത് ഗവൺമെൻറ്റിനും ഇങ്ങനെയുള്ളൊരു നടപടിയെ എടുക്കാൻ സാധിക്കൂ. കോടതിയുടെ നിർദ്ദേശത്തെ ലംഘിച്ചാൽ കോടതി അലക്ഷ്യമാകുമല്ല. ആന്റണിക്കെതിരെ ആഞ്ഞടിച്ചാണ് സ്വാമി ശുഭാംഗാനന്ദ പ്രതികരിച്ചത്. പോലീസ് നടപടി നരനായാട്ടാണ് എന്ന് പറയുകയുണ്ടായത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഒരു നരനായാട്ട് തന്നെയായിരുന്നു. എത്ര ഖേദം പ്രകടിപ്പിച്ചാലും ശിവഗിരിയിൽ നടന്ന ശിവഗിരിക്കേറ്റ മുറിവ്, ഗുരുദേവ വിശ്വാസികൾക്കേറ്റ മുറിവ് ഒരിക്കലും ഉണങ്ങുന്നതല്ല. AK ആന്റണി തൊടുത്തുവിട്ട വിവാദം കോൺഗ്രസിനെതിരെ തന്നെ നിയമസഭയിൽ CPIM ഉപയോഗിച്ചു. ആരും പ്രതിരോധിക്കാത്തതുകൊണ്ട് താൻ നേരിട്ട് വരുന്നു എന്ന ആന്റണിയുടെ വാക്കുകളായിരുന്നു ആയുധം. AK ആന്റണി പറഞ്ഞല്ലോ, എന്നെ പ്രതിരോധിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ദീർഘകാലത്തെ മൗനം വെടിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ? കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിഷമം, പ്രയാസം ഒക്കെ ഒരുപക്ഷെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി കാണും. ആ MS മണി എഴുതിയ പുസ്തകത്തിന്റെ സമർപ്പണം ഇങ്ങനെയാണ്: നേതൃത്വമില്ലാത്ത സമുദായമാണ് എന്ന് മുഖ്യമന്ത്രി ശ്രീ AK ആന്റണി വിശേഷിപ്പിച്ച സമുദായത്തിന് സമർപ്പിക്കുന്നു എന്നാണ് അതിലെഴുതിയത്. ആന്റണി ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകളെ കുറിച്ച് വേറെ ചർച്ചയാകാമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരിച്ചടിച്ചു. 2 ജുഡീഷ്യൽ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. ജുഡീഷ്യൽ കമ്മീഷനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയേണ്ടി വരും. AK ആന്റണി ചില ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അടിയന്തര പ്രമേയത്തിന് പുറത്തുള്ള വിഷയങ്ങളിൽ പരാമർശം പാടില്ലെന്ന് പറഞ്ഞ് ഈ ചർച്ചയിൽ നിന്ന് തലയൂരാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത്. ഈ വിഷയമല്ലാത്ത വേറെ കാര്യങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ റൂൾസിലുള്ളതാണ് ഞാൻ പറയുന്നത്. അനുവദിക്കരുത്. അത് ശരിയല്ല. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വോട്ട് ബാങ്കായ ഈഴവ സമുദായത്തിന്റെ തീരാമുറിവാണ് ആന്റണിയുടെ വാർത്താ സമ്മേളനത്തോടെ വീണ്ടും ചർച്ചാ കേന്ദ്രമാകുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.